Hi friends, welcome to Simis Nadan kitchen and you are watching Simis Nadan kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് സലാഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ മിക്സിയുടെ ബൗൾ എടുക്കുക. ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിക്കുക. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ. ഇതിലേക്ക് ഞാൻ 3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ ഇല്ല, വാനില ആണെന്നുള്ളെങ്കിൽ വാനില ചേർത്താലും മതി. പിന്നെ ചില കസ്റ്റർഡ് പൗഡറിന് ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫ്ലേവർ ഉള്ള കസ്റ്റർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ എസൻസ് ഒന്നും ചേർക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ മധുരനുസരിച്ച് ചേർക്കുക. അപ്പം ഞാൻ ഇതുപോലത്തെ തവിയിലാണ് പഞ്ചസാര എടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ അതും ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ക്ലോസ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഈ പാലും മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പം നമ്മളിതിനി ചൂടാക്കി എടുക്കണം. ചൂടാക്കാൻ വേണ്ടി നല്ലൊരു കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇത് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രമാണ്. അപ്പോൾ അതിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇപ്പോൾ മുട്ടയുടെയൊക്കെ എന്തെങ്കിലും ലംസം ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വലിയ കറണ്ടൊന്നും കാണുന്നില്ല. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല ലോ ആക്കി വെച്ചേക്കുക. എത്രത്തോളം കുറയ്ക്കാവോ അത്രയും കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതപ്പോൾ തിളയ്ക്കുമ്പോൾ ഇത് കുറുകി വരും. അപ്പോൾ ഇത് കുറുകി വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. കൂടാതെ ഇത് കൈ എടുക്കാണ്ട് വേണം ഇത് ഇളക്കാനായിട്ട്. കൈ എടുത്തു കഴിഞ്ഞാൽ ഇത് അപ്പം അടുക്കി പിടിക്കുക. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം എത്ര ചെറുതാക്കാവോ അത്രയും ചെറുതാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പാലൊന്ന് തിക്കായിട്ട് വരണം. ആ തിക്കായിട്ട് വരുന്ന വരെ ഇതൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളമായി ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഈ പാലൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തിക്കായി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അത് അങ്ങോട്ട് കുറുകി വരുന്നത്. ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും. ഒരു ക്രീമി ടൈപ്പ് ആയിട്ടുണ്ട് ഇതിപ്പോൾ. ഇനി ഇത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടെ ഇത് കട്ടിയാകും. അപ്പോൾ ഞാനിത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യണേണ്. ഫുൾ ക്രീമി ആയി കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇത് കട്ടായി പോവും. ഈ ഒരു ടെക്സ്ചറാണ് എൻ്റെ. നല്ല ക്രീമി ആയിട്ടുണ്ട് ഇത്. ഇനി ഇതൊന്ന് ചൂടാറണത്. ഇപ്പോൾ പാല് തണുത്തിട്ടുണ്ട്. ഫുൾ തണുത്തിട്ടില്ല, ചെറിയൊരു ചൂട് ഉണ്ട്. നേരത്തേനേക്കാളും ഒന്ന് കുറുകി. ഫ്രിഡ്ജിലേക്ക് ഏത് പാത്രമാണോ വെക്കുന്ന ആ പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം. ഇതിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള പാത്രത്തിൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, തട്ടിലാണ് ഇത് വെക്കേണ്ടത്. ഇതിന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇടാം. എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഞാനിത് എടുത്തേക്കുന്നത് റോക്ക് മെലൺ ആണ്. ഞാനിങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റണേന്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് സൗകര്യത്തിനനുസരിച്ച് പാത്രത്തിലേക്ക് മാറ്റുക. ഞാൻ എടുത്തേക്കണ പഴമാണ്. അപ്പോൾ അതും ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പോൾ ആ സെയിം കണ്ടെയ്നറിലേക്ക് തന്നെ അതും ഇടാം. ഇനി എടുത്തേക്കുന്ന കിവിയാണ്. കിവിയും അതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതും ഈ ബൗളിലേക്ക് ചേർക്കാം. മുന്തിരി അതും ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണേണ്. 1/4 കപ്പ് പഞ്ചസാരക്കകത്ത് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കണേണ്. അപ്പോൾ 1/4 കപ്പ് തന്നെ വെള്ളം വേണമെന്നൊന്നുമില്ല, അതിനേക്കാളും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സിറപ്പ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം. അപ്പം ഈ പഞ്ചസാര കാരമലൈസ് ഒന്നും ആകുമൊന്നും വേണ്ട. എന്നാലും വെള്ളം ഒന്ന് കുറച്ച് തിക്കായാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പോൾ ഈ പഞ്ചസാരയുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ വെള്ളം ഒന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. ഇനി ഈ സിറപ്പ് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പഞ്ചസാര അലിയിച്ചു എന്ന് പറഞ്ഞില്ലേ,
അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഈ ഫ്രൂട്ട്സിനൊക്കെ മധുരം കുറവായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിത് ഈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തട്ടിലാണ് വെക്കേണ്ടത്. ഇനി വേണ്ടത് പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിൾ വെക്കുമ്പോൾ പൈനാപ്പിളിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇട്ടതിന് ശേഷം പൈനാപ്പിൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പൈനാപ്പിൾ ഇടുക. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കുക. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 1 തൊട്ട് 2 മിനിറ്റ് വരെ ഇത് വേവിച്ച് വെച്ചാൽ മതി. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോവും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിളൊന്നും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ആറിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട്, തൊലി കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടിയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതി ഒഴിക്കണേന്ന്. ഒഴിക്കുന്നത് എന്താ വെച്ചാൽ ആപ്പിൾ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കറുത്തു പോകും. അപ്പോൾ കറുത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നാരങ്ങ ചേർക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നാരങ്ങ ചേർത്തിട്ട് ഇതിലൊന്ന് നന്നായിട്ട് പരട്ടി കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ പാത്രത്തിലേക്ക് ഫ്രൂട്ട്സ് ഇടുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഇതിൻ്റെ അകത്തേക്ക് ഇടണം. ഇപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്യേണ്ട പാത്രത്തിൽ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റർഡ് ഒഴിക്കാം. അപ്പോൾ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.